കവിതകളോടൊപ്പം ആ കവിതയിലേക്ക് എത്തിച്ചേരുവാനുണ്ടായ സാഹചര്യവും കൂടി പറയുക എന്നത് ബിജു വെച്ച ഒരു നിർദ്ദേശമാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം അത്തരം കാര്യങ്ങൾ പറയുമ്പോഴാണ് 91 മുതൽ 2025 വരെ ഏകദേശം 100 കവിതകൾ മിച്ചം 110 കവിതകളോളം എഴുതിയ ഒരു കവി എന്നുള്ള നിലയ്ക്ക് കവിതകൾ ഉണ്ടാകാനുള്ള സാഹചര്യം പറയുന്നത് വളരെ പ്രധാനമാണ്. കാരണം ഒരു കവിത രൂപപ്പെടുവാൻ നിരവധി അടുക്കി ജീവിതങ്ങൾ ജീവിച്ചിട്ട് അത്തരം ജീവിതങ്ങളുടെ പല ലെയറുകൾ ഉൾക്കൊള്ളുന്നതാണ് ഒരു കവിതയെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇത്രയും കാലത്തിനിടയിൽ 100-110 കവിതകൾ മാത്രം എഴുതണമെങ്കിൽ എത്രമാത്രം ഇടവേളകൾ അതിലുണ്ടാവും എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഇടവേളകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ താരതമ്യേന എളുപ്പം ഉള്ള ഒരു പണിയായ കവിത ഇത്രയേറെ ഇടവേളകൾക്ക് ശേഷം എഴുതുമ്പോൾ നിങ്ങൾ വിചാരിക്കും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കവിതയെക്കുറിച്ച് വിചാരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ ഈ കവിതയിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയുള്ള ജീവിതത്തിനാണ് കാത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് കവിത ആയിട്ട് ഒരാൾക്ക് എഴുതാൻ തോന്നുന്നതിൻ്റെ കാര്യം? പല പല ജീവിതാനുഭവങ്ങൾ, പല പല ആശയങ്ങൾ, പല പല പ്രതികരണങ്ങൾക്ക് വേണ്ടിയുള്ള മനസ്സിൻ്റെ ആശകൾ, ജീവിതത്തിൽ നമ്മൾ ഉരുത്തിരിഞ്ഞു വന്നതിൻ്റെ, നമ്മുടെ ചരിത്രം ഉരുത്തിരിഞ്ഞു വന്നതിൻ്റെ ഒക്കെ പല പല ചിന്തകൾ, ഇതെല്ലാം ഒരു നിമിഷം ഇതിൻ്റെ വൈകാരികതയും ഇതിൻ്റെ ആശയപരതയും ഇതിൻ്റെ പ്രത്യക്ഷാനുഭവത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇമേജും ഇതെല്ലാം കൂടെ നമ്മൾ ഒത്തുവരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ഒരു കവിതയിലേക്ക് എത്തിച്ചേരുന്നത്. ആ ശാരീരികാനുഭവമാണ് ഒരു കവിതയിലേക്ക് ഒരാളെ ഇത് ഒരു കവിതയായി എഴുതാം എന്ന് വിചാരിക്കാൻ കാരണമാണ്. അതാണ് അതിൻ്റെ അടയാളം, അതാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ്. അപ്പോൾ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോഴാണ് പലപ്പോഴും കവിത. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി പലതരത്തിൽ മാറും കാലങ്ങളിലൂടെ. ആദ്യകാലത്തൊക്കെ അതിശക്തമായി ഇങ്ങനെ വന്നതിന് ശേഷം, കവിത എഴുതുന്നതിന് ശേഷം ആ തിരത്തള്ളൽ ഒഴിയാതെ ഇരുട്ടിലേക്ക് കോക്കറി കാണിച്ച് കിടന്ന് ഉറങ്ങിയ ദിവസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ അത്രമാത്രം തീക്ഷ്ണമായ വികാരമായിരിക്കും, തീക്ഷ്ണമായ ഒരു അനുഭൂതിയായിരിക്കും ആദ്യം നമുക്കുണ്ടാകുന്നത്. പിന്നീട് ഇത് വേറെ ഏത് സമയത്തും ഇത് ശാരീരികമായ ഒരു അനുഭവമായി മാറുമെങ്കിലും അതിൻ്റെ സാന്ദ്രതയുടെ അളവിൽ വ്യത്യാസം കാണും. ഇപ്പോഴൊക്കെ പലപ്പോഴും ചിലപ്പോൾ ഈ അവസാന കവിതയൊക്കെ എഴുതുമ്പോൾ അത് വിചാരത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും മനഃപൂർവ്വമായ ഇടപെടലിൻ്റെയും ഒക്കെയാണ്. അതുകൊണ്ട് ഈ കവിത ഞാൻ വായിച്ച് തീരുമ്പോൾ നിങ്ങൾ ആ കവിതയിലെക്കുറിച്ച്, ആ കവിത ഞാൻ ഉദ്ദേശിച്ചത് അല്ലെ നിങ്ങൾക്ക് അത് സംവേദനക്ഷമമായോ എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ കവിത ചൊല്ലുകയാണ്. ഈ കവിതയിലേക്ക് വരാനുള്ള കാര്യം മിക്കപ്പോഴും എൻ്റെ കവിതയുടെ വ്യക്തിപരമായ ഒരു പരിസരവും കൂടി ചേരുമ്പോഴാണ് പലപ്പോഴും എൻ്റെ കവിതയാകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാന്ദ്രതയോട്, അതിൻ്റെ വൈകാരികതയോടൊക്കെ എനിക്ക് എപ്പോഴും ഉള്ളൊരു പക്ഷപാതമുണ്ട്. അതേസമയത്ത് ഇത്തരം വൈകാരികതകളിലേക്ക് വീണു പോകുന്നതിനോ അല്ലെങ്കിൽ വേണ്ടത്ര ഉല്ലാസം എൻ്റെ കവിതയിൽ ഇല്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. ആ ഉല്ലാസം ഇല്ലാഴുക യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഉല്ലാസവാനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്നാൽ അതേസമയം ദുഃഖിത ഒരു വ്യക്തിയുമാണ് എല്ലാവരെയും പോലെ. ഉല്ലാസവും ദുഃഖവും എല്ലാം കൂടി ഇടകലർന്ന് ഉള്ള ഒരു കവിത, അല്ലെങ്കിൽ എല്ലാത്തരം വികാരങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന ഒരു കവിത എഴുതുക എന്നുള്ളത് പലപ്പോഴും ആഗ്രഹമുള്ള കാര്യം. വിനയേന്ദ്ര സാറൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പലപ്പോഴും കവിത ചൊല്ലുമ്പോൾ അതിനകത്ത് വരാത്ത ഒന്നുമില്ല. അതിനകത്ത് നാടോടി ഇത് വരും, സാന്ദ്രമായ ചില വരികൾ വരും, പ്രണയമുണ്ടാവും, ചിലപ്പോൾ വ്യക്തിപരമായ ഒറ്റപ്പെടലിൻ്റെ ദുഃഖങ്ങൾ ഉണ്ടാവും, ഉത്സവങ്ങൾ കാണും. അങ്ങനെ പലതരത്തിൽ എഴുതാൻ അദ്ദേഹത്തിന് കഴിവുണ്ട്. പുതിയ കവിതയിലേക്ക് വരുമ്പോൾ സൂക്ഷ്മമായി ഇതൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ പ്രകടനപരതയും കൂടി കവിതയിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ കവിത വായിക്കുന്നത്. മൈതാനവും ഉത്സവവും. ചിട്ടയും അടക്കവും ധ്യാനവും ഉൾക്കൊള്ളുന്ന, ഭാഷയിൽ ഉചിതമായി മൗനവും ദീക്ഷിക്കുന്ന, ജീവിത തിരിവിപ്പോൾ ഇങ്ങോളം എത്തിയെന്ന ധാരണ വായ്പവർക്കൊക്കെയും എത്തിക്കുന്ന,
സൽക്കാവ്യം എഴുതി ഞാൻ മടുത്തു മഹാത്മാവേ. ചിട്ടയും അടക്കവും ധ്യാനവും ഉൾക്കൊള്ളുന്ന, ഭാഷയിൽ ഉചിതമായി മൗനവും ദീക്ഷിക്കുന്ന, ജീവിതത്തിരിവിപ്പോൾ ഇങ്ങോളം എത്തിയെന്ന ധാരണ വായിപ്പവർക്കൊക്കെയും എത്തിക്കുന്ന സൽക്കാവ്യം എഴുതി ഞാൻ മടുത്തു മഹാത്മാവേ. എനിക്ക് തോന്നുംപടി ഒച്ചകൾ കേൾപ്പിക്കണം. ഭ്രമവും മോഹവും തൊട്ട് ചിക്കൻ്റെ ബ്രസ്റ്റും പിന്നെ പൊട്ടറ്റോ നുറുക്കി തെരുവിൽ പിടയ്ക്കുന്ന സൂപ്പുമുണ്ടാക്കാനുള്ള പാകത്തിൽ കവിതയെ മാറ്റുവാൻ, മടക്കുവാൻ, പാട്ടായി നീട്ടിക്കെട്ടി സങ്കടക്കൂട്ടുകാരെ മൊത്തമായി കരയിപ്പിക്കും പ്രേമവും എഴുതണം. എനിക്ക് തോന്നുംപടി ഒച്ചകൾ കേൾപ്പിക്കണം. ഭ്രമവും മോഹവും തൊട്ട് ചിക്കൻ്റെ ബ്രസ്റ്റും പിന്നെ പൊട്ടറ്റോ നുറുക്കി തെരുവിൽ പിടയ്ക്കുന്ന സൂപ്പുമുണ്ടാക്കാനുള്ള പാകത്തിൽ കവിതയെ മാറ്റുവാൻ, മടക്കുവാൻ, പാട്ടായി നീട്ടിക്കെട്ടി സങ്കടക്കൂട്ടുകാരെ മൊത്തമായി കരയിപ്പിക്കും പ്രേമവും എഴുതണം. എൻ്റെ ജന്മത്തിൻ ഗിരികൂടത്തിൽ എല്ലായ്പ്പോഴും മജ്ജയൂർന്നതിൻ ബാക്കിയായവരായ എല്ലിൻകൂട്ടിൽ കേറിയും ഇറങ്ങിയും കാറ്റിൻ്റെ ചൂളം തീർക്കും ശൂന്യത മടുത്തു ഞാൻ. എൻ്റെ ജന്മത്തിൻ ഗിരികൂടത്തിൽ എല്ലായ്പ്പോഴും മജ്ജയൂർന്നതിൻ ബാക്കിയായൊരായ എല്ലിൻകൂട്ടിൽ കേറിയും ഇറങ്ങിയും കാറ്റിൻ്റെ ചൂളം തീർക്കും ശൂന്യത മടുത്തു ഞാൻ. പൂതലിച്ചൊരു തെങ്ങിൻ മീതയായി കൂടാക്കിയ തത്തയെ ചോപ്പൻ കൊക്കിൽ പച്ചയെ കുടയുന്ന നൃത്തത്തെ വരച്ചവൻ നാസിമുദ്ദീനെ പോലെ മണ്ട പോയതെങ്ങിൻ സചിത്ര ശിരസാകെ പറക്കും നിമിഷത്തെ പകർത്തിയെടുക്കണം. പൂതലിച്ചൊരു തെങ്ങിൻ മീതയായി കൂടാക്കിയ തത്തയെ ചോപ്പൻ കൊക്കിൽ പച്ചയെ കുടയുന്ന നൃത്തത്തെ വരച്ചവൻ നാസിമുദ്ദീനെ പോലെ മണ്ട പോയതെങ്ങിൻ സചിത്ര ശിരസാകെ പറക്കും നിമിഷത്തെ പകർത്തിയെടുക്കണം. അടുത്ത വരിയിൽ ഞാൻ മറ്റൊരു കവിയുടെ രചനാശില്പം കാട്ടി ഇനിയും ഞെട്ടിച്ചേക്കും എന്ന് കാക്കുന്നവനെ സോക്കോൾഡ് കവിതാ പയലിനെ ചെപ്പയ്ക്ക് പൊട്ടിക്കണം. അടുത്ത വരിയിൽ ഞാൻ മറ്റൊരു കവിയുടെ രചനാശില്പം കാട്ടി ഇനിയും ഞെട്ടിച്ചേക്കും എന്ന് കാക്കുന്നവനെ സോക്കോൾഡ് കവിതാ പയലിനെ ചെപ്പയ്ക്ക് പൊട്ടിക്കണം. പാട്ടിന് വേണം കൂട്ടുകൂടുവാൻ നിമിഷങ്ങൾ, എരിയും പച്ച വേനൽക്കാടിൻ്റെ നെറുകയിൽ തുടി തുള്ളിച്ചു നിർത്തി കിനിയും സ്വരാക്ഷരം. പാട്ടിന് വേണം കൂട്ടുകൂടുവാൻ നിമിഷങ്ങൾ, എരിയും പച്ച വേനൽക്കാടിൻ്റെ നെറുകയിൽ തുടി തുള്ളിച്ചു നിർത്തി കിനിയും സ്വരാക്ഷരം. ദൂരെയുണ്ടൊരു വീട്, സൂര്യാസ്തമയം മുറി തുറന്നെത്തുന്ന വൈകുന്നേരം, ഓരോരിക്കൽ ഓരോരോ സങ്കടം, പൂച്ചയ്ക്കുള്ള ഭക്ഷണം വാങ്ങാൻ പോകും സ്കൂട്ടർ യാത്രകൾ എന്നൊക്കെ എഴുതാനായി ഖണ്ഡിക പിന്നെയും വേണം. ദൂരെയുണ്ടൊരു വീട്, സൂര്യാസ്തമയം മുറി തുറന്നെത്തുന്ന വൈകുന്നേരം, ഓരോരിക്കൽ ഓരോരോ സങ്കടം, പൂച്ചയ്ക്കുള്ള ഭക്ഷണം വാങ്ങാൻ പോകും സ്കൂട്ടർ യാത്രകൾ എന്നൊക്കെ എഴുതാനായി ഖണ്ഡിക പിന്നെയും വേണം. പിന്നെയും കവിതകൾ ചതിക്കും വിഷാദത്തിൻ രൂപസാദൃശ്യം തേടി എഴുതാൻ തുടങ്ങിയോ? പിന്നെയും കവിതകൾ ചതിക്കും വിഷാദത്തിൻ രൂപസാദൃശ്യം തേടി എഴുതാൻ തുടങ്ങിയോ? പാടില്ല ധ്യാനം, പാടില്ല ദുഃഖച്ചിരി, സൂക്ഷ്മജീവിത കഥ തിരയും പതുങ്ങലും വെറുത്തു തുടങ്ങി ഞാൻ. പിന്നെയും കവിതകൾ ചതിക്കും വിഷാദത്തിൻ രൂപസാദൃശ്യം തേടി എഴുതാൻ തുടങ്ങിയോ? പാടില്ല ധ്യാനം, പാടില്ല ദുഃഖച്ചിരി, സൂക്ഷ്മജീവിത കഥ തിരയും പതുങ്ങലും വെറുത്തു തുടങ്ങി ഞാൻ. കാർണിവൽ വേണം, കാർണിവൽ വേണം, കാർണിവൽ വേണം എന്നാലില്ലല്ലോ അയൽക്കാരൻ. കാർണിവൽ വേണം എന്നാലില്ലല്ലോ അയൽക്കാരൻ. ഇതിൽ നാസിമുദ്ദീൻ്റെ ഞാരോത്തപ്പറമ്പിലെ തെങ്ങ് എന്ന കവിതയാണ് ഞാൻ സൂചിപ്പിച്ചിരിക്കുന്നത്.